ഹായ് ദേവ് ബ്രോ. ഹായ് ഹായ് ഹായ്. പക്ഷെ ഷഫീന ബി എപ്പോഴെങ്കിലും പുറത്തിറങ്ങോ? ഈ അതുൽ ബ്ലോഗ്സിന് എവിടെയെങ്കിലും പുറത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നേ വരെ? വിവിഹിറിനെ കണ്ടിട്ടുണ്ടോ? ഈ രാജ് ബ്ലോഗ്സിനെ എനിക്ക് അറിയാവുന്ന 4-5 പേരുടെ കാര്യം ഞാൻ പറയുന്നത്. തിരുവനന്തപുരം പ്ലസ് ക്ലബിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ ഒരു പ്രസ് മീറ്റ് നടത്തി. അതായത് സൈബർ ബുള്ളിങ്ങിനെതിരെ, സൈബർ റേപ്പിസ്റ്റുകൾക്കെതിരെ എല്ലാവർക്കും നമസ്കാരം. ദ റിയാലിറ്റി ബൈ ശാരിക. ഒരു റിയാലിറ്റി ഇല്ലല്ലോ ശാരികയിൽ, ഒരു റിയാലിറ്റി ഇല്ല. ഞാൻ നിനക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, പറ്റുമെങ്കിൽ റിപ്ലൈ താ. ഓക്കെ, അത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വേറൊന്നുമില്ല, ശാരിക തന്നെ പറയുന്നുണ്ട് എന്തുവാ ഷെഫീനയുടെ ഗ്യാങ് ആണ് ഞാൻ, ആ ഒരു സെറ്റപ്പ്, നമ്മൾ എന്തോ ഒരു ഗ്യാങ് കൂടിയതുപോലെ അവരുടെ ഫ്രണ്ടാണെന്നല്ലെങ്കിൽ അവരെ പരിചയമുണ്ടെന്ന് പറയുന്നത് എനിക്ക് നാണക്കേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സീരിയസ്ലി എനിക്ക് ഒരു രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു ലേഡി. അത് എൻ്റെ പേഴ്സണൽ ഇതാണ്. ഓക്കെ, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് അവരുടെ ഗ്യാങ് ആണെന്ന് ദയവ് ചെയ്ത് എന്നെ പറയരുത്. അതുപോലെ എൻ്റെ ഗ്യാങ് ആണെന്ന് അവരെയും പറയരുത്. അവർക്കും അതേ നാണക്കേട് കാണും. ഓക്കെ, എൻ്റെ ഗ്യാങ് ആണെന്ന് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവ് ചെയ്തിട്ട് അത് പറയരുത്. റിയാലിറ്റി ബൈ ശാരിക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു റിയാലിറ്റി അത് വേണം. അല്ലാതെ വായിക്കാതെ നാക്കിടക്കണമെന്ന് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയല്ലേ കേട്ടോ. പറയാം, നമ്മളെല്ലാം പറയണമല്ലോ. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വിഷയമുണ്ട്. ഇന്നലെ അനുമോളുടെ കല്യാണമായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് രാജേട്ടൻ ഉണ്ടായിരുന്നു, രാജേട്ടനെ പിക്ക് ചെയ്ത് അടുത്ത് ഡാനിയും പിക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ അവിടെ ഒരുമിച്ച് വന്ന് ബിച്ചുവും ദേവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഗ്യാങ് ആയിട്ടാണ് പോയത്. പിന്നെ ഡാനിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, ബിച്ചുവിൻ്റെ വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയി. അടിപൊളിയായിട്ട് നമ്മൾ ഇത്ര ഒരുമിച്ച് നിന്ന് പോയി, ഒരുമിച്ച് ഇറങ്ങി. പിന്നെ അവിടെ ഒരുപാട് നമ്മൾ എടുത്തിട്ട് അലക്കിയ ടീംസിനെയൊക്കെ കാണാൻ സാധിച്ചത് നമ്മൾ സംസാരിച്ചൊന്നുമില്ല, കണ്ടു, നിൽക്കുന്നതൊക്കെ കണ്ടു. ആദില നൂറ ഉണ്ടായിരുന്നു, നാദിറ, ഞാൻ അലക്കിയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല. പിന്നെ വേറെ ആരൊക്കെയും ഉണ്ടായിരുന്നു, ഫാമിലി വ്ലോഗേഴ്സ്, ഇവർ ചവറെല്ലാം ഉണ്ടായിരുന്നു. ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ നമ്മളടുത്തൊന്ന് സംസാരിച്ച് വീഡിയോസൊക്കെ കാണാറുണ്ട്, വളരെ സന്തോഷം. അങ്ങനെ കുറച്ച് പേരൊക്കെ സംസാരിച്ചു. പിന്നെ ഒരു ആക്ടറും എന്നോടൊന്ന് സംസാരിച്ചു, ഇങ്ങോട്ടൊന്ന് സംസാരിച്ചു. വീഡിയോ ചെയ്യുന്ന ആളല്ലേ, വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് തോന്നി ഷേക്കണ്ടത്. ഞാൻ തന്നെ അന്തിച്ചിട്ടല്ലേ, ഞാൻ ഇത്രയ്ക്ക് വളർന്നത്, ഞാൻ ഇത്ര പോപ്പുലർ ആയിരുന്നു. മലയാള സിനിമയിലെ ഒരു ആക്ടറാണ്. ഞാനിവിടെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്കറിയാമോ ഇല്ലയോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഈ വ്യക്തിയൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് നല്ല ഒരു കാര്യം, നല്ലൊരു മൊമെൻ്റ് ആയിട്ട് പോയി. നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫുഡ് ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ്, എല്ലാം നിങ്ങൾ അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ മോളെ കണ്ടു, കയറി ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഞാനിവിടെ സൈഡിലൊന്ന് കൊടുക്കാം. പിന്നെ ചെറിയൊരു വ്ളോഗ്, ബിച്ചുവിൻ്റെ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതൊന്ന് കണ്ടിട്ട് നമുക്ക് നേരെ വിഷയത്തിലോട്ട് കടക്കാം. ഹായ് ദേവ് ബ്രോ. ഹായ് ഹായ് ഹായ്. ഒരു വ്ളോഗ് ഉണ്ട്. ഹായ്. അപ്പൊ നിങ്ങൾ എടുത്തോണ്ടിരിക്കണോ? പിന്നെ ഹലോ, ഹായ്, നമസ്കാരം. ഹായ്, ഇതാ കൂടെ അനിയത്തി. ഇങ്ങനെ വെച്ചോണ്ടോ എന്തെങ്കിലും വന്നാൽ എപ്പോഴും ഇതെടുത്താൻ കാണിക്കും. ഇത് ഫ്രണ്ടിലങ്ങ് വെക്കാം. എന്തെങ്കിലും വന്നാൽ ഇങ്ങനെ തിരിച്ചു കാണിക്കും. അപർണവാ. അതാ ഹായ് ഹായ് ഹായ്. നമസ്കാരം. എല്ലാരും വേണ്ടേ? നമസ്കാരം. ഞാനങ്ങ് കാണിച്ചു ഇങ്ങോട്ടാരും എടുക്കണ്ട, അങ്ങോട്ടും എടുക്കണ്ട. നേരല്ലേ? വീഡിയോ ആയിപ്പോയി. വീഡിയോ കാണാറുണ്ടല്ലോ. എങ്ങോട്ടാ പോണ്ട? ഇതിലേ
ചെയ്തിട്ടില്ലടാ. അതോടെ പറഞ്ഞേ നീ അവരെ വീഡിയോ ചെയ്തിട്ടില്ലടാ. എടാ അതില് നീ ഇതിനകത്തോ ഈ ഫോണിനകത്ത് നോക്കി നീ അവരെ ചെയ്തിട്ടില്ല. ഇതൊരു പ്രേത സിനിമയിലെ ഡ്രസ്സല്ലേ ഇത്? അതിന്റെ ഈ ഡ്രസ്സ് ഹായ് ഹായ്. ഇല്ല സിനിമ അതല്ലെന്ന് അനുവിന്റെ കൂടെ മോഹൻലാലിന്റെ നായിക അല്ലേ? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആണോ? അയ്യോ അയ്യോ സോറി ചേച്ചി. ആര് പറഞ്ഞു? Bhuvanesh's mother to come on stage. Please, I request Bhuvanesh's mother to come on stage. Please. Bhuvanesh's amma entry irundhalum dayavu seythu medikku varum. Thank you so much, Mayor. അങ്ങനെ സകലമാന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ട് അലക്കി വരും. എന്തിന്? അവസാനം ശൈത്യ വരെ വന്നു, എല്ലാവരും വന്നു. എന്തായാലും അവരെല്ലാം ഒന്നിച്ചു അവസാനം. നല്ല കാര്യം. ഇതിൽ കാലാകാലം പിണങ്ങിയിരിക്കുന്നത് അതിനേക്കാളും ഓക്കെ, ഞാൻ അത് പറയുന്നില്ല, പോട്ടെ, അത് അവരുടെ ഇഷ്ടം. അവരെല്ലാവരും ഒന്നിച്ചു അടിപൊളിയായിട്ട് ആ ഒരു ഇതങ്ങ് കഴിഞ്ഞു. എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. അനുമോൾ ജീവിതം മുന്നോട്ട് അടിപൊളിയായിട്ട് പോട്ടെ, കളർഫുള്ളായിട്ട് പോട്ടെ. വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് വരാം. ഇതാണ് മെയിൻ സംഭവം. കാരണം ഒരുപാട് പേര് ചോദിച്ചു, കല്യാണത്തിന് വിളിച്ചില്ലേ, പോയില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ചോദിച്ചു. അപ്പോൾ ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് വെയിറ്റ് ചെയ്തു, ഇന്നലെ ആയിരുന്നു, പോയി. അപ്പം അതല്ല നമ്മുടെ ഇനിയുള്ള വിഷയം. ഇനിയുള്ള വിഷയമാണ് കുറച്ച് കടുത്ത വിഷയമാണ് ഇത്. ഈ വിഷയമാണ്. ഇപ്പോൾ ശാരികെ, നിനക്കെന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ നീ നേരെ വാ, നേരെ പോ. അല്ലാതെ ഞാൻ മറ്റേ ഗ്യാങ്ങിലാണ് മറിച്ച ഗ്യാങ്ങിലാണ് പറയരുത്. ഓക്കെ, ഞാൻ ഒറ്റ സിംഗിളതാ വരും എന്ന് പറയുന്ന പോലെ നമ്മൾ പൂച്ചക്കുട്ടി സിംഗിളാതാ വരുവേ കേട്ടാ. അതുപോലെ ഞാൻ ഒറ്റയാണ്.
അതുകൊണ്ട് എന്നെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്നെ പറ. ഞാൻ മറ്റവരുടെ ഗ്യാങ്ങാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ഗ്യാങ്ങാണ്, ഞാൻ ഈ ഗ്യാങ്ങാണ് എന്നൊന്നും പറയരുത്. ഓക്കെ, റിയാലിറ്റി ബൈ ശാരിക എന്നല്ലേ പേര് വെച്ചേക്കുന്നത്. എന്തെങ്കിലും റിയാലിറ്റി കാണിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ചോദിക്കും, നീ മറ്റേ മറിച്ചല്ലട ഒലത്തിയല്ലണം. ഞാൻ മറിച്ചല്ല ഒലത്തിയല്ല ഒന്നുമല്ല. പിന്നെ കുട്ടികളെയൊക്കെ ഞാനെന്തോ മോശമായിട്ട് പറയുന്നു എന്നുള്ള രീതിയിലും നീ ഇവിടെ മറ്റേവരെ പിടിച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ പിടിച്ചിടുന്നുണ്ട്. ഊളത്തനം കാണിക്കാതെ. ഞാൻ ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല കുട്ടികളെ, അത് എനിക്കറിയാം കേട്ടോ. എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുന്നു. അസൂയിക്കും കുശുമ്പിനും കശണ്ടിക്കും മരുന്നില്ല ശാരിക ഇല്ലാത്തോണ്ടാ പറയുന്നേ. റിയാലിറ്റി പോലും, എന്നിട്ട് ഒരു റിയാലിറ്റിയും കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ മെസ്സേജിന് ഒരു റിപ്ലൈ താ. നീ സെക്രട്ടേറിയറ്റിൽ തന്നെ വെല്ലുവിളിക്കുന്നു, നമ്മൾ വീട്ടിൻ്റെ പുറത്തിറങ്ങുന്നില്ല, എവിടെ ഒളിച്ചിരിക്കുന്നു, എന്തോന്നിടേ പറയുന്നത്. ഇന്നലെ പിന്നെ ഞാൻ അവിടെ വന്നപ്പം കണ്ടില്ലേ. അതുപോലെ നമുക്ക് അതിലോട്ടൊക്കെ വരാം ഒരുപാടുണ്ട്. ശാരിക, റിയാലിറ്റി ബൈ ശാരിക പറഞ്ഞാട്ടെ. തിരുവനന്തപുരം പ്ലസ് ക്ലബിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ ഒരു പ്രസ് മീറ്റ് നടത്തി. അതായത് സൈബർ ബുള്ളിങ്ങിനെതിരെ, സൈബർ റേപ്പിസ്റ്റുകൾക്കെതിരെ ഒരു കൂട്ടായ്മ, അതുകൂടാതെ നിയമ നടപടികൾ, അത് മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനും സാറ്റലൈറ്റ് മാധ്യമങ്ങളിലേക്ക് എത്തിക്കാനും, അതോടൊപ്പം എല്ലാ മീഡിയാസിനും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ നമുക്ക് ഇത് നിയമത്തിന്റെ മുമ്പിൽ, നിയമസഭയുടെ മുമ്പിൽ എത്തിക്കാനും, അതും ഇനി അവസാനിച്ചില്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് ഇരകളാക്കപ്പെട്ട ആൾക്കാരാണ്. മിസസ് ബിന്ദു, ഹരേകൃഷ്ണ, ശാരിക KB, നിങ്ങൾക്ക് അറിയാൻ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പൂജ സാമൂഹ്യ പ്രവർത്തകയാണ്. അതോടൊപ്പം തന്നെ റസീന കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വീട്ടിലുള്ളവരെയും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ച ആൾക്കാരാണ്. തിരിച്ച് ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞങ്ങളുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുകയും പ്രസ് മീറ്റിൽ ഒരുപാട് ആൾക്കാർ വന്ന് പങ്കെടുത്തു. ഒരുപാട് മാധ്യമപ്രവർത്തകരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ജനങ്ങളാണ്, ഞങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ജനങ്ങൾ ഇതെല്ലാം അറിയണം. കാരണം ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ജേർണലിസ്റ്റുകളുടെ പേര് കളയാൻ വേണ്ടിയിട്ട് ഷഫീന ബീവിയെയും, അതോടൊപ്പം ഷഫീന ബീവി എന്ന് പറഞ്ഞ വെർബൽ റേപ്പിസ്റ്റ്, അവർ ഞാൻ അങ്ങനെ തന്നെ പറയും. ഇനി എന്ത് കോൺസിക്വൻസസ് ഉണ്ടെങ്കിലും പറയാതിരിക്കാനാവില്ല. അവർ പറയുന്നത് കുഞ്ഞുങ്ങളെ ആയതുകൊണ്ട്. എന്നെയാണ് പറഞ്ഞിരുന്നെങ്കിലും ഇവരെയാണ്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ സ്ത്രീയെയാണ് പറഞ്ഞിരുന്നെങ്കിൽ കൊടുക്കും. ഇവിടെ 11 വയസ്സുള്ള മകളെ, എന്റെ 10 വയസ്സുള്ള മകളെ, അതുപോലെ ഇവരെ പോലെയുള്ള സിംഗിൾ ആയിട്ട് കഴിയുന്ന ഒരു സംരംഭക, അവർക്കൊന്ന് വീട്ടിൽ സമാനത്തോടെ ജീവിക്കണ്ടേ? ഈ ഒറ്റയ്ക്ക് കഴിയുന്നവരൊക്കെ വ്യഭിചരിക്കാൻ കഴിയുന്നവരെന്നാണോ നിങ്ങൾ എല്ലാവരും കരുതുന്നത്? അല്ലെങ്കിൽ സിംഗിൾ മദർസ് എല്ലാം വ്യഭിചരിച്ചാണോ മക്കളെ വളർത്തുന്നത്? കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഈ പറയുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എന്താണ് ഷഫീന ബീവി ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇത് അവരെ നമുക്ക് തല്ലാനും കൊല്ലാനും ഒന്നും ഞങ്ങൾ ആൾക്കാരല്ല. ഞങ്ങൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിനൊരു അറുതി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പ്രസ് ക്ലബ്ബിൽ വരികയും പ്രസ് ക്ലബ്ബിൽ മീറ്റ് വയ്ക്കുകയും ഒരുപാട് മാധ്യമ പ്രവർത്തനങ്ങളിൽ ഇത് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഫസ്റ്റ് വെഞ്ചറാണ്. പക്ഷെ ഇതിനെ അവസാനിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരെ വ്യക്തിഗത ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഷഫീന ബീവി ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഷഫീന ബീവിയും ഷഫീന ബീവിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ് ടോക്സ്, അതുപോലെ അതുൽ വ്ലോഗ്സ്, അതുപോലെ വിവി ഹിയർ, അങ്ങനെ കുറെ അധികം, ഞാൻ കുറച്ച് പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. പൂജയുടെ കയ്യിൽ 36ഓളം യൂട്യൂബേഴ്സിന്റെ പേരുകളും കാര്യങ്ങളും അവരുടെ വീഡിയോസും ഉണ്ട്. അവരെന്താണ് ചെയ്തതെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ഉടനെ അവസാനിപ്പിച്ചേ പറ്റൂ. ഇത് ഭീഷണിയൊന്നുമല്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളെ പോലെ അന്തസ്സായിട്ട് പണിയെടുത്ത യൂട്യൂബ് എന്ന് പറഞ്ഞ ഇതൊരു പ്രൊഫഷനാണ്. എഞ്ചിനീയറിംഗും മെഡിസിനും ക്ലറിക്കലും എന്തൊരു സെയിൽസും പോലെ ഒരു ജോബാണ് യൂട്യൂബ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആ യൂട്യൂബ് പ്രൊഫഷൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അന്തസ്സായിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യണം. ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇതുപോലുള്ള വെർബൽ റേപ്പിസ്റ്റുകൾ ഞങ്ങളെ ഈ പറഞ്ഞ വിമർശിച്ചോളൂ. ഞങ്ങൾ എന്തെങ്കിലും വിട്ടിത്തരും. ഇപ്പൊ ഞാൻ ഈ ലൈവ് ചെയ്യുന്നു, ഞങ്ങളുടെ ടീമുകൾ ഞങ്ങൾ ഈ പറയുന്ന ഇരകൾ ലൈവ് ചെയ്യുന്നു. ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം, ആർക്കും വിമർശിക്കാം. ഇവിടെ വിമർശനത്തിന് എല്ലാ അവകാശങ്ങളും അധികാരം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും അവരുടെ വീട്ടിലുള്ളവർ ഒരു തെറ്റും ചെയ്യാത്ത, ഞാൻ എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ് കണ്ടന്റ് ചെയ്യുന്നത്, പക്ഷെ അതിന് ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ, കുഞ്ഞുങ്ങളെ, അത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണിത്. അവരെന്ത് ചെയ്തു? അവരൊക്കെ ഇന്ന് ഡിജിറ്റലി പഠിക്കുന്ന കുട്ടികളാണ്. അവർ കാണുന്ന അവരുടെ അമ്മയെ പറയുന്നത്, അവരുടെ അമ്മ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. തെറ്റ് ശരിയും ആപേക്ഷികമാണ്, ഓരോരുത്തരുടെ കണ്ണിലാണ്. അത് വിമർശിക്കാം, പക്ഷേ അത് ഒരുതരം അവഹേളനവും ബോഡി ഷെയ്മിങ്ങും അതിനപ്പുറം ഉള്ള കാര്യങ്ങളിലേക്ക് ഇത് കടന്നുപോയിരിക്കുന്നു. അതിനെതിരെ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ജനങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഒരുപാട് വാർത്തകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെയാണ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞാൽ കണ്ടന്റ് ആക്കുക. നമുക്ക് എല്ലാവർക്കും കണ്ടന്റ് വേണം, കണ്ടന്റ് ബൈറ്റ്സിന് വേണ്ടി. പക്ഷെ എന്തും നമ്മുടെ അമ്മയെയും പെങ്ങന്മാരെയും മക്കളെയും ഭർത്താക്കന്മാരെയും അല്ലെങ്കിൽ അച്ഛന്മാരെയും ഒക്കെ വെച്ച് പറയുക എന്ന് അങ്ങനെയുള്ളവരുണ്ട്. വളരെ ന്യൂനപക്ഷ ആൾക്കാരാണത്. എന്ന് വെച്ചാൽ ലോകത്തുള്ള പുരുഷന്മാരെല്ലാം റേപ്പിസ്റ്റുകളാണോ? ലോകത്തുള്ള സ്ത്രീകൾ മുഴുവൻ വ്യഭിചാരികളാണോ? വ്യഭിചരിക്കാൻ റൈറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ നമുക്ക് പറയാൻ റൈറ്റ് ഇല്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ നടക്കുന്നവരെ അങ്ങനെ പറയുക, അവരുടെ മക്കളെ അതിനുവേണ്ടി ബിൽഡപ്പ് ചെയ്ത് വളർത്തുക എന്നുള്ള പറയുക, ഇതൊക്കെ പറയാൻ ഷഫീന ബീവിയും ടീമുകളും ആരാണ്? അപ്പൊ ഇത് അവസാനിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇതൊരു അവസാനം ഉണ്ടാകും വരെ ഞങ്ങൾ പോരാടിയിരിക്കും. ജയ് ഹിന്ദ്. നിയമ നടപടികളുടെ കാര്യം പറഞ്ഞോ?
ലൈവ് കഴിക്കും പറഞ്ഞോ ഇല്ല ഇല്ല ചേട്ടാ അതെ അതിങ്ങനെ കോമഡി ബൈ ശാരിക, അതാണ് ചേരുന്ന ചാനലിന്റെ പേര്. ആദ്യം ഓക്കെ, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയാം, ഷെഫീനെയും ടീമുമാണെന്ന് പറയരുത്, അതിൽ എന്നെ പിടിച്ചിടല്ല. നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ എൻ്റെ പേര് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത്. എന്തിന് എൻ്റെ പേര് പറഞ്ഞു? എനിക്കതാണ് അറിയേണ്ടത്. പിന്നെ ഞാൻ ഏത് കുട്ടികളെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളത് കാണിക്കും. ഞാൻ ഏത് കുട്ടികളെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും അപരാധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, അത് ഇനിയും കാണിക്കും. അപരാധം കാണിച്ച അപരാധം എന്ന് തന്നെ പറയും. പിന്നെ വേറൊരു കേസ്, എൻ്റെ തന്തയ്ക്ക് വന്നിരുന്ന് വിളിക്കുന്നു, എന്നെ ഉണ്ടക്കണ്ണാന്ന് വിളിച്ച് ബോഡി ഷെയിം ചെയ്യുന്നു. ഇതൊന്നും നിങ്ങളുടെ ഒന്നും കണ്ണിൽ, ആരുടെയും കണ്ണിൽ കാണുന്നില്ല. എല്ലാവരുടെ കണ്ണിലും ഗുരുവേ, ഇതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ല. ഞാൻ പണഞ്ഞാൽ മാത്രം കാണാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണൂല. ഞാൻ മലിഞ്ഞ് കിടക്കണം ഇതിൽ. അതൊന്നും പോട്ടെ, എന്നെ ഉണ്ടക്കണ്ണാന്ന് വിളിച്ചതാ ഒന്നുമല്ല എൻ്റെ വിഷയം. അവരുടെ ഗാങ്ങാണെന്ന് പറഞ്ഞു. അതിൽ പരം അപമാനവും സങ്കടവും എനിക്കിനി ജീവിതത്തിലില്ല. ദയവ് ഇത് പറയരുത്. എന്നെ വല്ലതും പറയാനുണ്ടെങ്കിൽ ഒറ്റയ്ക്കും അത് ചെയ്ത് എന്ന് എടുത്ത് പറയണം കേട്ടോ. റിയാലിറ്റി ബൈ ശാരികയല്ല, കോമഡി ബൈ ശാരികയാണ് നിങ്ങൾ. ഓക്കെ, അത് ഇനി രാഷ്ട്രോക്സിന്റെ കാര്യം പറഞ്ഞു. ഈ ഒരു ബിന്ദു എന്ന് പറയുന്ന ആരുടെ ഒരു കേസ് പറഞ്ഞല്ലോ, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ചാറ്റ് വെച്ചിട്ട് ആ വ്യക്തിക്കെതിരെ ഇല്ലാത്ത കള്ളക്കഥ ഉണ്ടാക്കി കാണിച്ച അപരാധമാണ്. നിങ്ങൾ അതിനെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ആ സ്ത്രീ നിങ്ങളെ കയ്യിൽ തെളിവ് കൊണ്ട് തന്നോ? നിങ്ങൾ അതെല്ലാം വ്യക്തമായിട്ട് പരിശോധിച്ചോ? എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? രാഷ്ട്രോക്സ് മോശമായിട്ട് പെരുമാറുന്നു, റൂമിൽ വിളിച്ചു, അങ്ങനത്തെ ഒക്കെ കുറെ ആരോപണങ്ങളാണല്ലോ കൊണ്ടുവന്നത്. നിങ്ങൾ എന്ത് റിയാലിറ്റി ബൈ ശാരികയാണ്? എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഷ്ട്രോക്സ് അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്ത് അത് കൺഫേം ആക്കി അവരെയും കൂട്ടിക്കൊണ്ട് നടക്കുന്നേ? ഫേക്കായിട്ട് ഫാബ്രിക്കേറ്റഡ് ചെയ്ത സാധനമാണ്. രാഷ്ട്രോക്സ് ശ്രീധുനെ നേരിട്ട് കാണാനും പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ. അത് വലിയ ഇഷ്യൂ. അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് വേറെ ഒന്നുമില്ല, ചെറിയ എൻ്റെ കുറച്ച് തിരക്കുകളായിപ്പോയി. ഓക്കെ, അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കേട്ട് അതിൻ്റെ പിന്നാലെ നൂലും പിടിച്ചു പോകരുത്. ഷെഫീനെ പിന്നാലേക്കുന്നു, ഷെഫീനെ ഗ്യാങ് വന്നു. എനിക്ക് അതിനേക്കാളും നാണക്കേട് വേറെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദൈവം ഇത് പറയരുത്. ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എന്നെ വേണമെങ്കിൽ ഉണ്ടക്കണ്ണാന്ന് വിളിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കത് ഫീലേ ചെയ്യത്തില്ല. എന്നെ ബോഡി ഷെയിം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുല്ലാണ്. പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബോഡി ഷെയിം ചെയ്യുന്നു, അവർ ചെയ്യുന്നു. ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യനെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അപരാധം കാണിച്ച അപരാധിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, തെറി ഞാൻ വിളിക്കേണ്ട ആൾക്കാർക്കും കൊടുക്കേണ്ടവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എടുത്തു നോക്ക്, തായും പൂവും വെച്ച് വിളിച്ചിട്ടുണ്ട്. ആരെ? കൊച്ചു കുട്ടികളെ തീർത്തിട്ടുള്ളവരെ. അങ്ങനത്തെ കേസുകളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇല്ലെന്നേ പറയുന്നില്ല, വിളിക്കും, ഇനിയും വിളിക്കും. എൻ്റെ വായിക്കാത്ത നാക്കും എനിക്ക് എണീറ്റിരിക്കാനും കഴിവുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും, അങ്ങനത്തെ കാട്ടപരാധങ്ങൾ ചെയ്താൽ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഇവിടെ മറ്റേ സബ്സ്ക്രിപ്ഷൻ അത് ഇത് കോപ്പെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാനങ്ങളെ വിറ്റ് ജീവിച്ച് മറ്റുള്ള വരുന്ന തലമുറയിലെ കുട്ടികളടക്കം വഴിതെറ്റിക്കുന്ന രീതിയിൽ അപരാധം കാണിച്ച ഇനിയും പറയും. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോസിൽ ഒന്നും തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. എനിക്ക് ഒരു റിഗ്രറ്റ് ഫീലും ഇല്ല. പിന്നെ ഞാൻ പറയുന്നത് പലർക്കും കൊള്ളും, പേഴ്സണലി സ്വാഭാവികം. ഓക്കെ, കാര്യം പിടികിട്ടി കാണും. ശാരിക നിങ്ങൾ റിയാലിറ്റി ബൈ ശാരിക അല്ല, ഒരിക്കലും കോമഡി ബൈ ശാരികയാണ്. ഓക്കെ, അതും മനസ്സിലാക്കണം. അതാണ് സത്യം. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അമ്പവുമില്ല, വില്ലുമില്ല, നൂലുമില്ല, തുമ്പുമില്ല, തുടക്കവുമില്ല. ഷഫീനെയും ഗ്യാങ്ങൊന്നും ചൊറിഞ്ഞു വരാൻ വേറെ ഒന്നുമില്ല. എന്തുവാ അപമാനം? ഞാൻ അപമാനിക്കപ്പെട്ടു. അവിടെയാണ് ഞാൻ അപമാനിക്കപ്പെട്ട. എന്നെ ബോഡി ഷെയിമിങ്ങിന്റെ കേസ് പറയുന്നുണ്ടല്ലോ, എന്നെ ഉണ്ടാക്കണ്ടെന്ന് വിളിച്ചല്ലോ. എന്ത് പ്രതികരിക്കുന്നില്ലേ? അത് ശരിയല്ലേ? അപ്പൊ നമ്മളെ ബോഡിയെ ഷെയിം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ മലിഞ്ഞു കിടക്കണം. അതുകൊണ്ട് എൻ്റെ പൊന്നു ശാരികയെ അത് കൊണ വർത്തമാനം കൊണ്ട് വരാതിരിക്കുക. ഓക്കെ, പിന്നെ രാജേട്ടൻ്റെ കേസിൽ പക്ക ഫേക്ക് സാധനമാണ്. 110% എനിക്കറിയാം ആ കേസ്. ഓക്കെ, അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. പക്ക ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പക്ക ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ കൂടി ചേർന്ന് കാണിക്കുന്ന ഇമാതിരി ഉടായ്പിനെ വെറുതെ വിളമ്പി തരാൻ ഞാനില്ല. അതുപോലെ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഇപ്പൊ എന്നെ ആയാലും രാജേട്ടനായാലും തകർക്കാൻ നല്ലോണം നോക്കുന്നുണ്ട്. എനിക്കറിയാം, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ വലിച്ചിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ സ്വാഭാവികമായിട്ട് നമ്മളെ തകർക്കുക എന്നതാണ് ഇന്റൻഷൻ എന്ന്. ഓക്കെ, എന്തായാലും തകർക്കാനുള്ളവരൊക്കെ തകർക്കുക. ഇന്നലെ വേറൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് എന്നെ പറ്റി അപരാധം പറഞ്ഞു. ഇല്ലാത്ത അപരാധം പറഞ്ഞത്. ഓക്കെ, പച്ച അപരാധം പറഞ്ഞ
ആര് പറഞ്ഞ? രേണു പറഞ്ഞത്. അതുകൊണ്ട് ഒരുമാതിരി മറ്റേടുത്ത രീതിയിൽ ഇല്ലാത്ത കള്ള കഥയും കൊണ്ട് വന്ന് കണവുണാന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അപ്പുറം കണവുണാന്നാവും. ഓക്കെ, പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങി നടക്കൂലെന്നല്ലേ. ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തരാം. അതിന് മുന്നേ രാജേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബിന്ദുവിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട്. കാണാം. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മൾ ഒരു മാസം മുമ്പ് ഇതുപോലെ എനിക്കെതിരെ ഞാൻ ആരെയോ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വട്ട് കേസ്, ഞാൻ ആ വട്ടെന്നല്ല സത്യം ഞാൻ തെറിയാൻ വിളിക്കാനുള്ളത് എന്നുള്ളതാണ്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അത് പിന്നീട് ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തതിന്റെ കേസൊക്കെ ഞാൻ പറയുന്നത് ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പാണ് ഇവർ കുറെ യൂട്യൂബേഴ്സിനെതിരായിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തി. ശാരികയും ഈ പറയുന്ന വട്ട് ബിന്ദുവും പിന്നെ മറ്റാരോ ചേർന്നുകൊണ്ട് ഒരു സംഭവം നടന്നു. അന്ന് വൈകുന്നേരം എനിക്കൊന്ന് ദിയ എന്നെ വിളിക്കുന്നു. ദിയാസൻ എന്നെ വിളിച്ചിട്ട് രാജേട്ട ഇങ്ങനെ ഒരു സംഭവം പറയും. എന്ത് സംഭവം? അത് ഇതുപോലെ താങ്കളെ ആരെയൊക്കെ പിന്നെ ഹോട്ടൽ റൂമിൽ ക്ഷണിച്ചു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആദ്യം കരുതിയത് ഈ ഒരു മാസം മുമ്പുള്ള കേസ്. ഞാൻ ചിരിച്ചുകൊണ്ട് വന്നു. ഇപ്പോഴാണോ അറിയുന്നത് ചോദിച്ചു. ഇല്ല, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പറഞ്ഞപ്പോൾ. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവരിങ്ങനെ ഒരു പത്രസമ്മേളനം നിർത്തി അവിടെ വെച്ച് ഈ ബിന്ദു എന്ന് പറയുന്ന ആൾ പറഞ്ഞു വന്നത്. ബിന്ദുവിനെ ദിയാക്ക് പേഴ്സണലായിട്ട് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ ദിയയുടെ അടുത്ത കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ ഇതുവരെയും ജീവിതത്തിൽ കാണുകയോ ഒരു പ്രാവശ്യം പോലും സംസാരിക്കുകയോ ഒരു ഹായ് പോലും വിടാത്ത ഒരു വ്യക്തിയാണ് എന്നെ കുറിച്ച് ഈ ഒരു അപരാധം പറഞ്ഞുകൊണ്ട് നടത്തുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ പബ്ലിക്കായി ഒരുത്തി വന്ന് നിങ്ങൾ എന്ത് കോസിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അത് ഒരു ഫൈറ്റ് നിൽക്കുന്നത്. അത് അവിടെ തന്നെ മറ്റൊരു വ്യക്തി വന്ന് മറ്റൊരു കുടുംബത്തിലെ കുറിച്ച് ഒരു പച്ച അപരാധം വിളിച്ച് വിളമ്പുമ്പോൾ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ചോദിക്കേണ്ടത്. നിങ്ങൾ അത് എന്തെങ്കിലും പ്രൂഫ് നിങ്ങളിൽ ഉണ്ടോ എന്ന്. അപ്പൊ ഇവിടെ പറയുന്ന കേസ് കൊടുക്കും. നമ്മൾ കേസ് ആർക്കാ കൊടുക്കാൻ പറ്റാത്തത്? ആർക്ക് വേണം കള്ളക്കേസ് കൊടുക്കാം. ഒരു കോടതി കൊണ്ടൊരു കേസ് കൊടുത്താൽ അത് സ്വീകരിക്കും. പോലീസിൽ കൊണ്ടുവന്ന കംപ്ലൈന്റ് കൊടുത്താൽ സ്വീകരിക്കും. എന്താ തെളിവ്? അത് കാണിക്കാൻ പറ്റില്ല. എന്ത് കാണിക്കാൻ പറ്റാത്ത നിങ്ങൾ പുറത്ത് കാണിക്കണം. നിങ്ങൾക്ക് ബോധ്യം വരണമല്ലോ. അല്ലെങ്കിൽ പറയുന്ന ശാരികയുടെ ഫണ്ട് നയിക്കുന്നത് ശാരികയ്ക്ക് ബോധ്യം വരണം. ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കൂടെ വന്ന് ഒരാൾ വന്നിങ്ങനെ പച്ച കള്ളം വിളിച്ചു പറയുമ്പോൾ സത്യാവസ്ഥ എന്തെന്ന് അറിയണം. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ശാരിക ഒരു ബിഗ് ബോസ് ഫെയിമാണ്. ഓക്കെ, റിയാലിറ്റി ബൈ ശാരിക എന്ന് പേരിട്ടോണ്ടിരിക്കണമല്ലോ. എന്തെങ്കിലും റിയാലിറ്റി കാണിക്കുക, എന്തെങ്കിലും ഒരു എത്തിക്സ് കാണിക്കുക. എന്താ ഉള്ളത് നിങ്ങളെ കയ്യിൽ എത്തിക്സ്? റിയാലിറ്റി ബൈ ശാരിക എന്ന് പറഞ്ഞ് പേര് ഇട്ടുകൊണ്ടിരുന്ന് കാണിക്കുന്ന മൊത്തം പച്ചക്കള്ളം. ഒരു സ്ത്രീ വന്ന് നിങ്ങളടുത്തൊരു സംഭവം പറഞ്ഞു, ഓക്കെ, പറഞ്ഞു, ആരോപണം പറഞ്ഞു. ഇപ്പോൾ നാളെ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ കൊണ്ടൊരു വ്യാജ പരാതി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊണ്ടൊരു വ്യാജ പരാതി കൊടുക്കാം. ഞാൻ BP എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് കൊടുക്കാം. ആർക്കും വേണോ കൊടുക്കാം. ഇതൊക്കെ പരാതി കൊടുക്കാം. പരാതി ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തെന്ന് അത് ജെന്യൂൻ അല്ല. എവിഡൻസ് ആ സ്ത്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പക്ക ഫേക്ക് ചാറ്റുകൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ ജെന്യൂനിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഓക്കെ, ചെക്ക് ചെയ്ത് അത് ഉള്ളതാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ആയിരുന്നില്ലേ നല്ലത്? നിങ്ങൾ അത് ചെയ്തോ? ഇല്ല. അപ്പം നിങ്ങൾ ലിറ്ററലി ഫേക്ക് അല്ലേ? ഇനി നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ? എനിക്കറിയില്ല. അതിനെപ്പറ്റിയും എനിക്കറിയത്തില്ല. ഞാൻ സീരിയസ്ലി കുറേ പേരുടെയൊക്കെ വിചാരം ഞാൻ എന്തോ ഇവിടെ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏതോ ഗ്യാങ്ങിലുള്ള ആളാണ്. എടാ, ഞാൻ സിംഗിളാടാ. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് എൻ്റെതായ രീതിയിൽ അന്വേഷിച്ചു ഞാൻ അതിൻ്റെ ക്ലാരിറ്റി വരുത്തി വീഡിയോ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നത്തിങ്. ഓക്കെ, ഞാനിവിടെ ഒരു ഗ്യാങ്ങിലും ഇല്ല. എന്നെ പറയണമെങ്കിൽ ഒറ്റയ്ക്ക് പറ. അതാണ് എനിക്കിഷ്ടം. ഓക്കെ, കേസ് കൊടുത്താൽ എൻ്റെ പേരിൽ ഒറ്റയ്ക്ക് കൊടുക്കുക. എന്നെ ഒറ്റയ്ക്ക് വിളിപ്പിക്കുക. എന്നെ ഒറ്റയ്ക്ക് തൂക്കുക. എന്നെ ഒറ്റയ്ക്ക് തീർക്കുക. അത് അന്തസ്സാ. അല്ലാതെ ഞാൻ മറ്റവരുടെ ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാടാ കോമഡി ബേസ് ആയിരിക്കേ. ഓക്കെ, അത് പറയണമെന്ന് തോന്നി. ഇങ്ങനെ കോമഡിയായി മാറല്ലേ. അതുപോലെ രാജേട്ടൻ്റെ കേസ് നിങ്ങൾ എന്ത് തെളിവ് വെച്ചിട്ടാണ് സംസാരിച്ചതെന്ന് നിങ്ങളൊന്ന് അത് പ്രസന്റ് ചെയ്യും. നിങ്ങൾ തെളിയിക്കുക അങ്ങനത്തെ അപരാധം ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല. ഇതിനേക്കാളും നല്ലത് അങ്ങേര് പൈസ കൊടുത്ത് വേറെ വല്ലതും പോകുമായിരുന്നു. സത്യം ഉള്ള കാര്യം പറയാം. ഇതിനേക്കാളും നല്ലത് ഞാൻ ഒന്നും പറയണില്ല, പറഞ്ഞാൽ കൂടിപ്പോ. ഇനി ശാരിക ലൈവില് മെനഞ്ഞാന്നെങ്ങാണ്ട് വന്നിട്ട് രാത്രി കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാ കേൾക്കാം. ഷഫീന ബീവി എപ്പോഴെങ്കിലും പുറത്തിറങ്ങോ? ഈ അതുൽ ബ്ലോഗ്സിനെ എവിടെയെങ്കിലും പുറത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നേ വരെ വിവിഹിറിനെ കണ്ടിട്ടുണ്ടോ? ഈ രാജ് ബ്ലോഗ്സിനെ എനിക്ക് അറിയാവുന്ന 4-5 പേരുടെ കാര്യം ഞാൻ പറയുന്നത്. അന്തസ് ഉണ്ടെങ്കിൽ തിരുവനന്തപുരം സെക്രട്ടറിയുടെ മുമ്പിൽ വാദിയൊക്കെ കുറച്ച് പോലീസുകാരും കൂടി ഞാനും വരാം, മധ്യപ്രവർത്തനം കൂടി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറ. നിങ്ങൾ പറ. എന്നിട്ട് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ അങ്ങോട്ട് തോന്നുമ്പോൾ സ്വപ്നം കാണുമ്പോൾ വന്നിരുന്ന കുഞ്ഞുങ്ങളെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അമ്മമാർ വളർത്തുന്നത്. ആണുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നവരാണ്, പെണ്ണുങ്ങളെല്ലാം വ്യഭിചാരിണികളാണ്, മറ്റേ പണി നടത്തുന്നവരാണ്. ഇതൊന്നും അല്ല പറയേണ്ടത്. നിങ്ങൾ നന്മപരമാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും വേണം നമുക്കാർക്കും. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇത് മറ്റുള്ളവരുടെ പേരുകളും കുടുംബവും, അത് അവർ സെലിബ്രിറ്റി ആയിക്കോട്ടെ, അവരൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അവരൊരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവരൊരു ഇന്റർവ്യൂർ ആയിക്കോട്ടെ, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, അവരുടെ കുടുംബത്തെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ദാറ്റ്സ് ഇറ്റ്.
സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ ഇത്രയും പേര്, എനിക്ക് തോന്നുന്നു 100 പേരോളം എൻ്റെ 53 പേരോളം എൻ്റെ എന്താ പറയുക ലൈവ് കാണാൻ വന്നു. വളരെ സന്തോഷം. ഓക്കെ ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വേറൊന്നുമല്ല, നീ നമ്മളെ വെളിയിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിന് വെളിയിൽ ഇറങ്ങൂലേ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാനും കണ്ടിട്ടില്ലല്ലോ. നീയും വെളിയിൽ ഇറങ്ങൂലല്ലോ. ഈ ശാരിക ബൈ റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കയറി ഒരു ഇരുട്ട് വിട്ടിരിക്കുന്നതന്നല്ലോ. നിന്നെ ഞാനും വെളിയിൽ കണ്ടിട്ടില്ല. തള്ളുമ്പോൾ മയത്തിലൊക്കെ തള്ളു. ഇന്നലെ കല്യാണത്തിന് പോയി, അവിടെ നിന്നെ കണ്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ രാജേട്ടനെ നിന്നെയാണ് അന്വേഷിച്ചത്. കാരണം എനിക്ക് കണ്ടിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് ശാരികയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാജേട്ടനും കുറേ നേരം നോക്കി. നമ്മൾ ഇവിടെ നിന്ന് വണ്ടി കയറി ഞാൻ രാജേട്ടനെ ഒരുമിച്ച് കയറിയപ്പോഴാണ് ശാരിക ഒന്ന് കാണണം, സംസാരിക്കും. കാരണം ഇങ്ങനെ വന്നിട്ട് ചുമ്മാ നട്ട കുരുക്കാത്ത നോണ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. വെറും ഫേക്കായിട്ട്. നമ്മൾ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങണില്ല, പിന്നെ ഇത് എവിടെ വെളിയിലല്ലേ നിൽക്കുന്നതെന്ന് എനിക്ക് ചോദിക്കണമായിരുന്നു. ഞാൻ അതിനുവേണ്ടി നോക്കി. പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊന്ന് ഞാനെന്തിന് വെയിലുള്ളതെന്ന് ഞാൻ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോൾ ബാ കാണാം. അല്ലാണ്ട് ഇതിപ്പോൾ ചുമ്മാ ഞാൻ എന്തോ മറ്റേ എവിടെയോ എനിക്കറിയാൻ പാടില്ലേ, ഞാനെന്തോ അധോലോകം നടത്തുന്ന പോലെയാണ് ഇവരെയൊക്കെ വിചാരം. ഞാനിവിടെ ഒളിച്ചും പാത്തും പതുങ്ങിയൊന്നുമല്ല എൻ്റെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി നടക്കുന്നത്. ഞാനിവിടെ എല്ലാം ഇങ്ങനെ പറന്ന് നടക്കാറുണ്ട്. ഓക്കെ, ഒരിക്കലും ഞാൻ ഒളിച്ചും പാത്തും പതുങ്ങി അവിടെ ഇരുന്ന എല്ലാവരും കാണാതെ ആരും എന്നെ കാണരുത്. ഈ ഒരു അധോലോക സെറ്റപ്പൊന്നുമില്ല. ഞാനിവിടെ സാധാരണ പോണമല്ലോ എന്നാ പോകുന്നു, പിന്നെ വീഡിയോ ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. കേട്ടാ ശാരികെ? റിയാലിറ്റി അല്ലാതെ കോമഡി ബൈ ശാരികെ ചുമ്മാക്കെ തള്ളി മറിക്കുകയാണ്. ലൈവിൽ വന്നിരുന്ന് റിയാലിറ്റി ബൈ ശാരിക. ഇന്ന് ഞാൻ കുറച്ച് റിയാലിറ്റി ഇവിടെ പറയാം. നിങ്ങൾ അതുൽ വ്ളോഗ്സ്, അവൻ വെറും നാറിയാണ്. അവനെപ്പോലെ ഒരു നാറി വേറെ ഇല്ല. ഓക്കെ, ഈ ഒരു മൂഡ് പിടിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും റിയാലിറ്റി ആവില്ല. ലിറ്ററലി നിങ്ങൾ ഫേക്കാണ്. ഒരു കേസ് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ജെന്യുവൻ ആണോ എന്ന് അന്വേഷിക്കാൻ ആദ്യം പഠിക്കണം. ഓക്കെ, രാഷ്ട്രോക്സിനെ പറ്റിയിട്ട് കാട്ടവരാതെ ഒരുത്തി വന്ന് പറഞ്ഞ് അത് ഫേക്ക് ഫാബ്രിക്കേറ്റഡ് സാധനം കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷിക്കാൻ ആദ്യം പഠിക്കണം. ഓക്കെ, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അന്വേഷിക്കണം. ഓക്കെ, രാജണ്ണന് ഭ്രാന്തൊന്നുമില്ല ഇതുപോലത്തെ എൻ്റെ ഒക്കെ ഇടയിൽ ഒന്ന് കയറാം. ഇതിനേക്കാൾ അങ്ങനെ കാശ് കൊടുത്തു പോകും. ഞാൻ പറയണേ, അങ്ങനെ കാശ് കൊടുത്ത് പോകുന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിനേക്കാൾ നല്ലത് അതാ. അല്ലെങ്കിൽ കൊണ്ട് വരച്ച് കളണ്ണ ഇതിൻ്റെ കൂടെയൊക്കെ പറയരുതേക്കാൾ എന്നാ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഇന്നലെ ഈ കേസ് ഞാൻ രാജേട്ടന് സംസാരിച്ചു. കോമഡി. ശാരിക നിന്നെ കാണണമായിരുന്നു, നിന്നെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, പക്ഷെ കണ്ടില്ല. കാണാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. നിൻ്റെ ഒരു സംസാരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ചുമ്മാ വളയക്കോളെന്നല്ല, എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാണ്ടായിരുന്നു. അപ്പോൾ നീ ഇപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി കളിച്ച് ബോഡി ഷെയിം ചെയ്ത്. ഞാൻ എവിടെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്? ബോഡി ഷെയിം ചെയ്യാൻ ഒരിക്കലും ഒരു അർഹതയില്ലാത്തവനാണ് ഞാൻ. കാരണം എനിക്ക് എന്നെ തന്നെ ബോഡി ഷെയിം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യണം? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്നെ ഇങ്ങോട്ട് ചെയ്യുന്നവരുണ്ട്, നിൻ്റെ കൂടെ നിൽക്കുന്നവരടക്കം. അത് നീ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം കേട്ടാ. റിയാലിറ്റി ബൈ ശാരിക. പിന്നെ 37 യൂട്യൂബേഴ്സ് ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ആരാ ഒന്ന് പറയൂ? എന്തായാലും ഞാനുണ്ട്. ഉപ്പില്ലാത്ത കഞ്ഞിയില്ലെന്ന് പറയുന്ന പോലെ ഞാനുണ്ട്, കൺഫേമാണ്. ബാക്കി ആരാണ് ഈ 30 എന്നുള്ള? പിന്നെ രാജേട്ടനുണ്ട്. ബാക്കി എനിക്കറിയത്തില്ല. അറിയാത്തോണ്ടാ ചോദിക്കുന്നത്. ആരെന്നൊന്ന് പറയാൻ പറ്റുമായിരുന്നു, കൊള്ളായിരുന്നു. വേറെ ഒന്നിനല്ല, അറിഞ്ഞിരിക്കുകയല്ലോ. നമ്മൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഇതിപ്പോൾ കൊള്ളാമല്ലോ, നമ്മളെല്ലാവരും ആയല്ലോ എന്ന് പറയാമല്ലോ. ഓക്കെ, അതുകൊണ്ട് അതൊന്ന് പറഞ്ഞിരുന്നേ കൊള്ളായിരുന്നു. അല്ല ചുമ്മാ ഒരു ട്വിസ്റ്റായിട്ട് സസ്പെൻസായിട്ട് വെക്കാണ്ട് എന്തായാലും പറ, അത് കേൾക്കട്ടെ. നമ്മളൊന്ന് ആഗ്രഹിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ശരി, റിയാലിറ്റി ഇല്ലാത്ത കോമഡി ബൈ ശാരികെ കേട്ടാ. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. എന്തായാലും കല്യാണത്തിന് നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്ത് വരാത്ത? നിന്നെ ഞാൻ പ്രതീക്ഷിച്ചു, കണ്ടില്ല. നിന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ രാജേട്ടനും കുറച്ച് നേരം വെയിറ്റും ചെയ്ത്. ശാരികയെ കാണണം, എവിടെയെങ്കിലും കാണുവാണ്. പക്ഷെ ഞാൻ എടുത്തിട്ട് അലക്കിയിട്ടുള്ള പല ടീംസും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ സത്യം എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലുണ്ടാവും, ചൊറി ഉണ്ടാവും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ആരും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതുമില്ല. എന്തേലും ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാലിറ്റി ഇല്ലാത്ത കോമഡി ബൈ ശാരികയെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കാര്യങ്ങൾ അന്വേഷിച്ച് ജെനുവിനാണോ അല്ലേന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ നീ വെറും കോമഡി ബൈ ശാരികയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമ്മാനമില്ല. കുറേ ദിവസമായി കിടന്ന് കറങ്ങുന്നു, ചുമ്മാ അതിൽ വായിച്ച് ഞാൻ മരിഞ്ഞ് കിടക്കണം എനിക്കൊക്കെ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും കേട്ടോ. അതിപ്പോൾ ആരായാലും. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്.